എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് മെനി ഫിയർ ഡെഡ്, ഹൺഡ്രഡ്സ് ഹെൽഡ് ഹോസ്റ്റേജ് ആഫ്റ്റർ ട്രെയിൻ അറ്റാക്ക് ഇൻ പാകിസ്ഥാൻ. ഇത് ബലോചിസ്ഥാൻ പ്രൊവിൻസിൽ ഉള്ള ഒരു അറ്റാക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രിയാണ് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ ഉള്ളൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം വി നീഡ് ടു നോ ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്. ബലോചിസ്ഥാൻ എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആഫ്റ്റർ 1947 റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസ് വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പം പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം GS2 ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ന്യൂസാണ്. നെക്സ്റ്റ് ഇസ് ന്യൂ ഗ്രീൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ടേൺസ് യൂറിൻ ഇൻ ടു പ്ലാന്റ് ഫ്യൂൽ. ഓക്കെ, ഇത് GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബയോടെക് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ന്യൂസാണ്. നെക്സ്റ്റ് ഈസ് ബിൽഡിംഗ് കമ്പാഷൻ ഇൻ ടു ഹെൽത്ത് കെയർ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഇത് കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു എഡിറ്റോറിയലാണ്, നോബൽ പ്രൈസ് വിന്നറാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് കെയറിൽ കമ്പാഷൻ, എംപത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് ആ ഒരു എഡിറ്റോറിൽ പറയുന്നത്. ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എത്തിക്സിൽ കേസ് സ്റ്റഡിയൊക്കെ ആയിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ എത്തിക്സ് ടോപ്പിക്സ് കുറേയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ന്യൂസും കൂടിയാണ്. ഓക്കെ, നമുക്കിനി മോഡൽ MCQസും കൂടി അത് കഴിയുമ്പോഴേക്കും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മെനി ഫിയർ ഡെഡ്, ഹൺഡ്രഡ്സ് ഹെൽഡ് ഹോസ്റ്റേജ് ആഫ്റ്റർ ട്രെയിൻ അറ്റാക്ക് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, ഇതിൻ്റെ കോൺടാക്സ്റ്റ് എന്ന് വെച്ചാൽ റീസെൻറ്റ് ആംഡ് അറ്റാക്ക് ഓൺ ദ ജാഫർ എക്സ്പ്രസ് ഇൻ ബലോചിസ്ഥാൻ, പാകിസ്ഥാൻ അണ്ടർസ്കോർസ് ദ persistently security crisis in the region. Baloch Liberation Army, a separatist militant group, claimed responsibility for the attack, highlighting the ongoing insurgency and deep-seated grievances of the Baloch people. This incident must be understood in the broader context of Balochistan's socio-political history, economic exploitation, human rights violations, and the international interest, particularly China's role through China-Pakistan economic corridor. ഓക്കെ, അപ്പോൾ ബലോചിസ്ഥാൻ എന്താണ്? ബലോചിസ്ഥാൻ ഈസ് എ ജിയോപൊളിറ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് റീജിയൻ ഡിവൈഡഡ് എമംഗ് പാകിസ്ഥാൻ, ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഐഡൻറ്റിറ്റി ആൻഡ് ഹാസ് ലോങ് ബീൻ എ സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സെൻട്രൽ അതോറിറ്റീസ്. ഇൻ പാകിസ്ഥാൻ, ബലോചിസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് ബട്ട് ലീസ്റ്റ് ഡെവലപ്ഡ് പ്രൊവിൻസ് ഡിസ്പൈറ്റ് ബീങ് റിസോഴ്സ് റിച്ച്. It has witnessed several waves of insurgency since its coercive incorporation into Pakistan in 1948. The region is home to significant natural resources including natural gas, minerals and a strategic coastline. അപ്പം ഈ ഒരു ടേർമോയിൽ ഇൻ ബലോചിസ്ഥാൻ്റെ റീസൺസ് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബലോചിസ്ഥാൻ അൺസക്സസ്ഫുള്ളി സോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947 and was forcibly annexed by Pakistan in 1948. There have been multiple insurgencies with the most recent one gaining momentum post 2000. Okay. Economic disparities and resource exploitation എന്ന് പറയുന്നത് despite its natural wealth, Balochistan remains economically underdeveloped. Region's resources including gas and minerals are largely controlled by the central government and the foreign investments are minimal benefit to locals. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ആർ എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസപ്പിയറൻസസ് ഉണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഉണ്ട്, സപ്രഷൻ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനി ഗവൺമെൻറ് ആ ഒരു ഏരിയയിൽ ഇതുപോലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കാരണം നല്ല രീതിയിൽ ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ട്. ബലോച്ച് യക്തി കമ്മിറ്റി ഹാസ് ബീൻ ലീഡിംഗ് ലാർജ് സ്കെയിൽ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ് അബ്യൂസസ്. വിമൻ ആക്ടിവിസ്റ്റ് ഇൻക്ലൂഡിംഗ് മഹാരംഗ് ബലോച്ച് ഹാവ് played a pivotal role emphasizing the deep-rooted frustration among Baloch people. China's role and CPEC. China is heavily invested in Balochistan, particularly through the China-Pakistan economic corridor. The CPEC runs through Kashgar in China to Gwadar port in Balochistan, involving massive infrastructure projects in mining, energy and transport. However, the Baloch people have raised concerns about displacement, lack of local benefits and increasing militarization. The Baloch Liberation Army and other insurgent groups have actively targeted CPEC projects, viewing them as exploitative. അപ്പോൾ ഇൻസർജൻസി ആൻഡ് സെക്യൂരിറ്റി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് നടന്നു. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള ആ ഒരു ക്രൈസിസ്. ഓക്കെ, ഈ ഒരു ക്രൈസിസ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഹ്യൂമാനിറ്റേറിയൻ കോൺസിക്വൻസസ് ഉണ്ട്. ഫ്രീക്വൻറ്റ് സെക്യൂരിറ്റി ക്രാക്ക് ഡൗൺസ് ഹാവ് റിസൾട്ടഡ് ഇൻ സിവിലിയൻ ഡെത്ത്സ്, ഡിറ്റൻഷൻസ് ആൻഡ് ഇൻക്രീസ് ഹാർഡ്ഷിപ്പ്
Economic struggles, blockades, early military operations in key towns like Guada, Quetta, and Mustang have led to inflation and shortages of essentials such as food, medicine, and fuel. പിന്നെ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻ ആണ്. ക്രൈസിസ് എഫക്ട്സ് റീജിയണൽ സ്റ്റെബിലിറ്റി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് പാകിസ്ഥാൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസ് എസ്പെഷ്യലി വിത്ത് ചൈന ആൻഡ് ഇറാൻ. ഓക്കെ, സജഷൻസ് ആൻഡ് വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഡയലോഗ് ആൻഡ് ഓട്ടോണോമിയാണ്. അതായത് പാകിസ്ഥാനി ഗവൺമെൻറ് മസ്റ്റ് എൻഗേജ് ഇൻ മീനിങ് ഡയലോഗ് വിത്ത് ബലോച്ച് ലീഡേഴ്സ് ടു അഡ്രസ് പൊളിറ്റിക്കൽ ഗ്രിവൻസസ്. ഗ്രേറ്റർ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ആൻഡ് ലോക്കൽ ഗവർണൻസ് ഷുഡ് ബി prioritized. Economic inclusion and development. Economic policies must ensure Balochistan's resource benefit local communities. Skill development and employment opportunities should be expanded for the Baloch youth. പിന്നെ human rights and protections. Enforced disappearances and extrajudicial killings must be investigated and prevented. പിന്നെ independent human rights monitoring mechanisms should be established. പിന്നെ റീതിങ്കിങ് ദ സെക്യൂരിറ്റി അപ്രോച്ചാണ്. എ മിലിറ്ററി സെൻട്രിക് റെസ്പോൺസ് ഹാസ് എക്സാബറേറ്റഡ് ഗ്രിവൻസസ്. എ മോർ കമ്പാഷനേറ്റ് ആൻഡ് ഇൻക്ലൂസീവ് അപ്രോച്ചാണ് ഇതിന് വേണ്ടത്. കൗണ്ടർ ഇൻസർജൻസി എഫേർട്ട് ഷുഡ് ബി പ്രയർഡ് വിത്ത് സോഷ്യോ എക്കണോമിക് ഇനിഷ്യേറ്റീവ്സ്. ഇപ്പോൾ ചൈനയുടെ റോളും ഇൻവെസ്റ്റ്മെൻറ്റും നമുക്കറിയാം. CPEC പ്രോജക്ട്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് ദ ലോക്കൽ പീപ്പിൾ. പക്ഷേ ഈ CPEC പ്രോജക്ട്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഇഫ് ചൈന ഈസ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ പാർട്ടേക്ക് ചെയ്യുന്ന കമ്പനി ഷുഡ് ബി ചൈനീസ്. അങ്ങനെ ഒരു പ്രശ്നം ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലുണ്ട്. അപ്പം ഈ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് പോളിസീസ് ഓൺ ലാൻഡ് അക്വിസിഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, എ ഗ്രീനർ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ടേൺസ് യൂറിൻ ഇൻ ടു പ്ലാന്റ് ഫ്യൂൽ. ഇപ്പോൾ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്, എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു എക്സ്ട്രാക്ട് യൂറിയ ഫ്രം യൂറിൻ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു പെർകാർബൈഡ്, എ വാല്യുബിൾ ക്രിസ്റ്റലിൻ പെറോക്സൈഡ് ഡെറിവേറ്റീവ്. ദിസ് ഇന്നോവേഷൻ സെർവ്സ് എസ് എ ഡ്യുവൽ പർപ്പസ്, ഇംപ്രൂവിംഗ് urban wastewater treatment and creating a sustainable resource for agriculture. The research published in Nature Catalyst addresses a crucial gap in the nitrogen cycle by efficiently extracting urea from urine. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് യൂറിയ ഒരു റിസോഴ്സായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇൻ ദ 17th century, German alchemist Hein Brand attempted to extract gold from urine, ultimately discovering phosphorus instead. Urine is often referred to as liquid gold. Urine is often referred to as liquid gold due to its high content of essential plant nutrients, phosphorus, potassium, and nitrogen. These nutrients are crucial components of commercial fertilizers, making urine a valuable but underutilized resource. അപ്പോൾ ഇതിൽ ഈ ഇലക്ട്രോ കെമിക്കൽ എക്സ്ട്രാക്ഷൻ ഓഫ് യൂറിയ എന്താണ്? അതായത് എ ന്യൂ ഇലക്ട്രോ കെമിക്കൽ ടെക്നിക് അലൗസ് ദ സെപ്പറേഷൻ ഓഫ് യൂറിയ ഫ്രം ദ യൂറിൻ in its solid form with minimal energy consumption. The process converts urea into percarbide, a white crystalline solid that is highly pure and can be used in sustainable agricultural applications. Percarbide is known for its ability to release active oxygen, making it useful for enhancing plant growth and oxygenation in soil. അപ്പം ഇതെങ്ങനെയാണ് നൈട്രജൻ സൈക്കിളിലെ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യുന്നത്? ഹ്യൂമൻസ് ഒബ്റ്റെയിൻ നൈട്രജൻ ഫ്രം ഫുഡ്, excrete it as urea in urine, but lack efficient methods to recycle it back into the ecosystem. This process helps close the nitrogen loop by reclaiming urea from the urine and reintroducing it into agriculture. An adult produces around 450 to 680 liters of urine per year, containing enough nitrogen and phosphorus to sustain growth. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഈ രീതിയിൽ നമ്മൾ യൂറിയ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ്: റെഡ്യൂസസ് നൈട്രജൻ പൊല്യൂഷൻ ഇൻ വേസ്റ്റ് വാട്ടർ, എൻഹാൻസസ് urban വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അഗ്രികൾച്ചറൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് എ സ്ലോ റിലീസിങ് നൈട്രജൻ സോഴ്സ് ഫോർ പ്ലാന്റ്സ്, ഫെസിലിറ്റേറ്റ്സ് റൂട്ട് റെസ്പിറേഷൻ ആൻഡ് ക്രോപ്പ് ഗ്രോത്ത്. എക്കണോമിക് ബെനിഫിറ്റ്സ് ആയിട്ട് റിഡ്യൂസ് റിലയൻസ് ഓൺ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ്, എൻകറേജസ് റിസോഴ്സ് റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്. ചാലഞ്ചസ് അല്ലെങ്കിൽ ഇതിലുള്ള ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്കെയിലിംഗ് അപ്പ് ദ പ്രോസസ് ഫോർ ലാർജ് സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ റിമെയിൻസ് എ ചാലഞ്ച്. റിസർച്ച് ഇസ് ഓൺഗോയിങ്
to refine the technology to widespread adoption. The integration of resource recovery with wastewater treatment can redefine sustainable waste management. Okay, conclusion നമ്മൾ പറയുവാണെങ്കിൽ ദിസ് ഇന്നോവേറ്റീവ് പ്രോസസ് ട്രാൻസ്ഫോംസ് യൂറിൻ ഫ്രം വേസ്റ്റ് ഇൻറ്റു എ വാല്യുബിൾ അഗ്രികൾച്ചറൽ റിസോഴ്സ്. By closing the nitrogen cycle, it provides a sustainable alternative to conventional fertilizers. Future advancements in its technology can revolutionize wastewater treatment and resource recovery, making waste truly golden. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് കമ്പാഷൻ ഇൻ ടു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. കൈലേഷ് സത്യാർത്ഥിയുടെ ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്സ്റ്റ് എന്ന് വെച്ചാൽ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിലീസ്ഡ് എ റിപ്പോർട്ട് ടൈറ്റിൽ കമ്പാഷൻ ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ. Okay, recognizing compassion as transformative force in healthcare. The report emphasizes the role of compassion in improving patient care, healthcare efficiency, and overall well-being. The increasing global focus on compassionate healthcare highlights its significance in achieving universal health coverage. Okay, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാഷൻ ഇൻ ഹെൽത്ത് കെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഹാൻസിങ് പേഷ്യൻ്റ് കെയർ, അതായത് compassion leads to better patient experiences, improved adherence to treatment, and faster recovery rates. പിന്നെ supporting medical professionals. It helps reduce burnout, stress, and mental health issues among healthcare workers. പിന്നെ building trust. Compassion fosters strong relationships between patients and healthcare providers, ensuring holistic care. In improving healthcare outcomes, research from institutions like Stanford University and Johns Hopkins highlights the benefits of compassionate communication in enhancing treatment effectiveness. Okay, compassion versus empathy versus sympathy. അപ്പോൾ ഇവിടാണ് ഇതൊരു എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു ന്യൂസിനെ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് കമ്പാഷൻ, എംപത്തി, സിമ്പത്തിയൊക്കെ. അപ്പോൾ വാട്ട് ഈസ് സിമ്പത്തി? സിമ്പത്തി ഈസ് എ പാസീവ് റിയാക്ഷനാണ്. അതായത് നമ്മൾ ഒരാളുടെ അവസ്ഥയിൽ അല്ലെ ഒരാളുടെ ഒരു സഫറിങ്ങിൽ ഒരു പിറ്റി ഫീൽ ചെയ്യുക എന്നുള്ളതാണ് സിമ്പത്തി എന്ന് പറയുന്നത്. എംപത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ സഫർ ചെയ്യുവാണെങ്കിൽ അയാളുടെ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കും. ഓക്കെ, ഇൻവോൾവ്സ് ഷെയറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അനദേഴ്സ് ഇമോഷൻ വിച്ച് ക്യാൻ ലീഡ് ടു ഇമോഷണൽ എക്സോഷൻ. ഓക്കെ, പിന്നെ കമ്പാഷൻ ഗിവ്സ് ബിയോണ്ട് എംപതി. ഇറ്റ് ഗോസ് ബിയോണ്ട് എംപതി ബൈ ഇൻകോപ്പറേറ്റിംഗ് ആക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് ടു അലിവിയേറ്റ് സഫറിങ് വൈൽ മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ ഇത് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് കമ്പാഷൻ ഇൻ ഹെൽത്ത് കെയർ എന്താണ്? ഒന്ന് ഹൈ വർക്ക് ലോഡ് ആൻഡ് ബേൺ ഔട്ടാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ കേസിൽ അവർ ലോങ് വർക്കിംഗ് അവേഴ്സും സ്ട്രെസ്സും ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ദിസ് ലീഡ്സ് ടു ഫറ്റീഗ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. പിന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫൻ ഫോക്കസസ് ഓൺ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് റാദർ ദാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് കമ്പാഷനേറ്റ് കെയർ. ഓക്കെ, പിന്നെ സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ആണ്. ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ലിമിറ്റ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് കമ്പാഷൻ ഡ്രിവൺ പോളിസീസ്. പിന്നെ സ്റ്റിഗ്മ അറൗണ്ട് മെൻ്റൽ ഹെൽത്ത്, അതായത് ഡിസ്പൈറ്റ് ഗ്രോയിങ് അവയർനെസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് among ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ് റിമെയിൻ ഇൻഅഡിക്വേറ്റ്ലി അഡ്രസ്ഡ്. അപ്പം എങ്ങനെയാണ് ഹെൽത്ത് കെയറിൽ നമുക്ക് കമ്പാഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് അവയർനെസ് ആൻഡ് ട്രെയിനിങ്. മെഡിക്കൽ കരിക്കുല ഷുഡ് ഇൻറ്റഗ്രേറ്റ് കമ്പാഷൻ ട്രെയിനിങ് എലോങ് clinical skills. Hospitals should conduct workshops on emotional intelligence and mindful problem solving. Okay, workplace policies, അതായത് implement stress management programs to support healthcare workers, encourage team-based patient care approaches to reduce individual burden. പിന്നെ patient centric care models, അതായത് shift focus from purely technical treatment to holistic well-being. പിന്നെ strengthen communication between healthcare providers and patients. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ഇൻ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിസോഴ്സസ് ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസ്. എസ്റ്റാബ്ലിഷ് എ കമ്പാഷനേറ്റ് ഹെൽത്ത് കെയർ ഫ്രെയിംവർക്ക് വിത്തിൻ നാഷണൽ പോളിസീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ കേസ് സ്റ്റഡീസ് നമുക്കൊന്ന് നോക്കുകയാണ്. ഇപ്പം ഇതൊക്കെ ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് എത്തിക്സ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ദിസ് കേസ് സ്റ്റഡി. അതായത് ബാൽ ആശ്രം സെൻറ്റർ റൺ ബൈ Satyarthi Movement for Global Compassion emphasizes compassionate care for children. നമുക്ക് കൈലേഷ് സത്യാർത്ഥിയുടെ സ്റ്റോറി അറിയാമെങ്കിൽ നമുക്കറിയാം. സ്ട്രീറ്റ്സിലൊക്കെ ഉള്ള ചിൽഡ്രനെ അവർ അല്ലെങ്കിൽ ഇതുപോലെ
ബെഗ്ഗിങ് അങ്ങനെയുള്ള മാഫിയയുടെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഒരു ബാൽ ആശ്രം സെൻറ്റർ അവർ നടത്തുന്നത്. ടീച്ചേഴ്സ് ആൻഡ് കെയർ ഗീവേഴ്സ് ആർ ട്രെയിൻ ടു ബി ഹൈലി സെൻസിറ്റീവ് ടു ഇമോഷണൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ, ലീഡിങ് ടു റിമാർക്കബിൾ ബിഹേവിയർ ട്രാൻസ്ഫോർമേഷൻസ്. ദിസ് അപ്രോച്ച് അണ്ടർസ്കോർസ് ദ ഇമ്പാക്ട് ഓഫ് കമ്പാഷൻ ഇൻ റീഹാബിലിറ്റേഷൻ ആൻഡ് മെൻ്റൽ വെൽബീങ്. ഓക്കെ, പിന്നെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കമ്പാഷനേറ്റ് ഹെൽത്ത് കെയർ മസ്റ്റ് ബിക്കം എ കോർ പ്രിൻസിപ്പിൾ rather than an optional feature. Policies should ensure holistic and emotional supportive care for all. Okay, future healthcare systems must balance medical expertise with humanity, fostering an environment where both patients and healthcare workers thrive. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കുന്നത് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 2020 ചോദ്യമാണ്. അതായത് the reference with reference to chemical fertilizers in India, consider the following statements. At present, the retail price of chemical fertilizers is market driven and not administered by the government. Ammonia, which is an input of urea, is produced from natural gas. Sulfur, which is a raw material of phosphoric acid fertilizer, is a byproduct of oil refineries. ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2 and 3 ആണ് കറക്റ്റ്. അപ്പം അതിൻ്റെ ഒരു അനാലിസും കൂടി നോക്കാം. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് സബ്സിഡൈസസ് യൂറിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് for the cost of transportation to facilitate the availability of urea at the same maximum retail price all over the country. Also, government is subsidizing fertilizers for their availability at reasonable prices for എന്താണ് അഗ്രികൾച്ചർ പ്രോസസ്. അതായത് നമുക്കറിയാം യൂറിയയിലൊക്കെ നല്ലപോലെ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂറിയ NH2CO NH2 ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം അമോണിയ ആൻഡ് gaseous carbon dioxide CO2 അറ്റ് ഹൈ പ്രഷർ ആൻഡ് റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ. ഹെൻസ് എന്താണ് നമുക്കറിയാം അമോണിയ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സൾഫർ ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് പ്രോസസ്സിംഗ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് റിഫൈനിങ് ഹൈ സൾഫർ ക്രൂഡ് ഓയിൽസ്. അപ്പം ആൻഡ് സൾഫർ ഈസ് എ റോ മെറ്റീരിയൽ ഫോർ ഫോസ്ഫറിക് ആസിഡ് ഫെർട്ടിലൈസർ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡൈസസ് ഫെർട്ടിലൈസേഴ്സ് ടു എൻഷുർ ദാറ്റ് ഫെർട്ടിലൈസേഴ്സ് ആർ ഈസിലി അവൈലബിൾ ടു ഫാമേഴ്സ് and country remains self-sufficient in agriculture. The same has been achieved largely by controlling the price of fertilizer and amount of production. For example, as per the new urea policy 2015, the government fixes the market price of urea. Also, there is a fixed subsidy component as well. പിന്നെ similarly, phosphorus and potassium's കേസിൽ nutrient based subsidy scheme 2010 ഉണ്ട്. Subsidy is provided based on nutrient content per kilogram of fertilizer. Fertilizer production uses 1.2% of world's total energy, out of which 90% is used for ammonia production, which is a key ingredient in the production of nitrogen fertilizers. Ammonia can be produced from natural gas. പിന്നെ sulfur is a major byproduct of oil refining and gas processing. Most crude grade ആയിട്ടുള്ള crude oil ഗ്രേഡ്സിനും sulfur ഉണ്ട്, most of which must be removed during the refining process to meet strict sulfur content limits in refined products. പിന്നെ sulfur is used in phosphoric acid fertilizer, which process is known as the wet process for producing the same. ഓക്കെ, അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സൾഫർ എന്ന് പറയുന്നത് യൂറിയ എന്ന് പറയുന്നത് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അതേസമയം സൾഫർ ഈസ് യൂസ്ഡ് ഇൻ ഫോസ്ഫറിക് ആസിഡ് ഫെർട്ടിലൈസർ. അത് ഓർത്തിരിക്കുക. ആ പ്രോസസ്സിനെ പറയുന്നത് വെറ്റ് പ്രോസസ്സ് എന്നും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് 2016 ഉള്ളൊരു പ്രിലിംസ് ചോദ്യമാണ്. വൈ ഡസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ദ യൂസ് ഓഫ് നീം കോട്ടഡ് യൂറിയ ഇൻ അഗ്രികൾച്ചർ? ഫസ്റ്റ് വൺ ഈസ് release of neem oil in the soil increases nitrogen fixation by the soil microorganism. Neem coating slows down the rate of dissolution of urea in the soil. Nitrous oxide, which is a greenhouse gas, is not at all released into the atmosphere by crop fields. It is a combination of weedicide and a fertilizer for particular crops. Answer is B ആണ്. neem coating അത് ഡിസൊല്യൂഷൻ അതിൻ്റെത് കുറഞ്ഞ് കിട്ടും നീം കോട്ടഡ് ആയിട്ടുള്ള യൂറിയ യൂസ് ചെയ്യുമ്പോഴേക്കും. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് നീം കോട്ടിംഗ് സ്ലോസ് ഡൗൺ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് യൂറിയ ഇൻ ദ സോയിൽ. യൂറിയ വിച്ച് ഇസ് നെസസറി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സപ്ലയർ ഓഫ് നൈട്രജൻ, but only 30 to 40% of nitrogen present in the urea
ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ക്രോപ്സ് ആൻഡ് റെസ്റ്റ് ഗെറ്റ്സ് ഡീഗ്രേഡഡ് ഇൻ വേരിയസ് സ്റ്റേജസ്. അപ്പോൾ ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നമുക്കുണ്ടായിരുന്ന ടോപ്പിക്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടോപ്പിക്സ് മാത്രമുള്ളതായിരുന്നു, പക്ഷേ അഗ്രികൾച്ചർ പെർസ്പെക്റ്റീവിലാണെങ്കിലും എത്തിക്സ് പെർസ്പെക്റ്റീവിലാണെങ്കിലും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. എസ്പെഷ്യലി യൂറിയ എന്ന് പറയുന്ന ടോപ്പിക്ക് അഗ്രികൾച്ചർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കണ്ടപോലെ 2016 പ്രിലിംസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 2020 ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കമ്പാഷൻ, എംപതി, സിമ്പതി അങ്ങനെയുള്ള ടോപ്പിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വിച്ച് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഇൻ യുവർ ആൻസർ റൈറ്റിംഗ്. അതിലൊരു കേസ് സ്റ്റഡിയും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇടാം. അതുപോലെ തന്നെ എത്തിക്സിലെ ആൻസർ റൈറ്റിങ്ങിൽ സത്യാർത്ഥിയുടെ ചൈൽഡ് കെയർ ഹോമിനെ കുറിച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.